എല്ലാം കൊണ്ട് നല്ല സിനിമ തന്നെ. പിന്നെ ഭയങ്കര സൗണ്ട് അടിച്ചു പോകും. ആർട്ടിൻ്റെ അസുഖമുള്ള സൗണ്ടൊക്കെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സിനിമ ഇപ്പോൾ എൻ്റെ മോള് കൊണ്ടുവന്ന് കാണിച്ചത്. അല്ല ഞാൻ സിനിമ കാണൊക്കെ ഇല്ല. പണ്ട് കാണുമായിരുന്നു മോഹൻലാലിൻ്റെ പടം കണ്ടു. ഇപ്പം കാണൊക്കെ ഇല്ല. ഇപ്പോൾ സീരിയലാണ്. ഇപ്പോൾ പൈസ ആയാലും ഇവിടെ വീട്ടിലിരിക്കുകയില്ലേ, അതുകൊണ്ട് പോട്ടെ. കുഴപ്പമില്ല. കുറച്ചുകൂടി കൂടുതൽ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത്ര ആയില്ല. ആ അടിപൊളി ഷോർട്സും കാര്യങ്ങളും BGM ഒക്കെ നൈസാണ്. എനിക്ക് പൃഥ്വിരാജിനെയാണ് ഇഷ്ടം. കാണാൻ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. നൈസാ. ആ മീൻ കേരളത്തിലുള്ള ഒരാൾ ഇത്രയും അടിപൊളിയാണെന്നും നൈസായി. സെക്കൻഡ് ഹാഫ് നൈസ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര പാടാണ്. ഉറങ്ങിപ്പോയി ചെറുതായിട്ട്. സെക്കൻഡ് ഹാഫ് മുഴുവൻ ഉറങ്ങി. കണ്ടത് വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫ് കൊള്ളാം. പെർഫോമൻസ് മോഹൻലാൽ അത്ര പോലെ തോന്നി. പക്ഷേ പൃഥ്വിരാജ് നൈസ്. മേക്കിംഗ് ഒക്കെ പൊളിയാണ്. ഒന്നും പറയാനില്ല. ഒരുത്തൻ ഉറങ്ങും കാരണം വിളിച്ചൊളിപ്പിക്കില്ല. പാടായിരുന്നു, കുഴപ്പമില്ല, കൊള്ളാം, നല്ല പാടാണ്. എങ്ങനെയുണ്ടായിരുന്നു എമ്പുരാൻ? കൊള്ളായിരുന്നു. ലൂസിഫറിൽ നിന്ന് വന്നപ്പോഴേ എമ്പുരാനിലൊരു എന്തൊക്കെയായിരുന്നു പ്രതീക്ഷകൾ? അത് തിരിച്ച് കിട്ടിയോ സിനിമ കണ്ടപ്പോൾ? കുഴപ്പമില്ല. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? പിന്നെ ബെസ്റ്റ് ആയിരുന്നു. ഞെട്ടിച്ചത് മഞ്ജു വാര്യർ. സൂപ്പറായിരുന്നു. ഒരുപാട് രോമാഞ്ചിഫിക്കേഷൻ സീൻസ് ഉണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ ഒരു ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. താങ്ക് യു. പോട്ടെ. ഒരുപാട് നെഗറ്റീവ് ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതൊന്നും ഇല്ല. അതിന്റെ സിനിമയല്ലേ. എമ്പുരാനിലോട്ട് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ഒരു പ്രതീക്ഷ? അതിനകത്ത് മൂവി വന്നായിരുന്നു? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല. നൈസ് മൂവിയായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? എല്ലാവരും അടിപൊളിയാണ്. എനിക്കങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വന്ന് കണ്ടിട്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും നെഗറ്റീവ് പറയേണ്ട ആവശ്യമുണ്ടോ തോന്നുന്നില്ല. നല്ല മൂവിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഭയങ്കരമായിട്ടൊരു ചർച്ചാവിഷയമൊക്കെ ആയിട്ട് ഇല്ല കണ്ടില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മൂവിയായിട്ട് കണ്ടപ്പോൾ. അടിപൊളിയാ, ഓവറോൾ അടിപൊളി. ഇതൊക്കെ തന്നെ. അതെ അതെ, എല്ലാം നല്ല രസമാണ്. അടിപൊളി, നല്ല മൂവിയാണ്. അല്ല, ആദ്യത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇത് എനിക്ക് പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. നല്ല മൂവി തന്നെയാണ്. വൺ ടൈം വാച്ചബിളാണ്. അങ്ങനെ പ്രശ്നമായിട്ടൊന്നും പറയാനൊന്നും തോന്നിയിട്ടില്ല. നല്ല മേക്കിംഗ് ആണ്. നല്ല പടം. എഡിറ്റ് ആണെന്നൊന്നും അറിയാനൊന്നും പറ്റുന്നില്ല. ഇല്ല ഫസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ സൂപ്പറാണ്. ഒരു എന്താ പറയുക, ഒരു ഹോളിവുഡ് ലെവലിൽ എഴുതി വെച്ചിട്ടുണ്ട് പടം. ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ പൃഥ്വിരാജിൻ്റെ ഇഡിയുടെ ഒരു ഇതൊക്കെ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പടത്തിന് വിവാദത്തിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. ഒരു സിനിമയായിട്ട് കണ്ട് ആസ്വദിച്ചിട്ട് ഇറങ്ങാവുന്നുള്ള നല്ലൊരു പടം. നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. മോഹൻലാൽ തന്നെ, പക്ഷെ അധികം കാണാൻ പറ്റിയില്ല മോഹൻലാലിനെ അങ്ങനെ സ്ക്രീനിൽ. മഞ്ജു വാര്യർ അടിപൊളി. പ്രതീക്ഷിച്ച അത്ര ഇല്ലായിരുന്നു, എന്നാലും ഓക്കെ. മേക്കിംഗ് അടിപൊളി, നന്നായിട്ട്. എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് കുറേ സമയം എടുത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പ്രതീക്ഷിച്ച പോലെയൊന്നും ആയില്ല. അല്ല, പരസ്യമൊക്കെ കണ്ടപ്പോൾ ഒത്തിരി പ്രതീക്ഷിച്ച് എന്തൊക്കെയുണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു. ഇല്ല, എല്ലാവരും കൊള്ളാം. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എന്നെ തന്നെ ആക്കാൻ പറ്റൂലല്ലോ. ഇഷ്ടമായി. നല്ലായിരുന്നു. ഗുഡ്, കൊള്ളാം. കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഫുള്ളും പുറത്തായതുകൊണ്ട് ചിരിതായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഈ കേരള പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് മഞ്ജു വാര്യറായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചില്ല പ്രണവ് മോഹൻലാൽ വരുമെന്ന്. പിന്നെ പൃഥ്വിരാജിൻ്റെ കഥയും മോഹൻലാലൊക്കെ സൂപ്പറായിരുന്നു. ഇല്ല ലാലേട്ട കുറവല്ല, പക്ഷെ കൊള്ളാം, അടിപൊളിയായിരുന്നു. ഉള്ളതൊക്കെ സൂപ്പറായിരുന്നു.
ഇങ്ങനെ ആരെയതിൽ ഒരുപാട് ഇഷ്ടമായത്? എല്ലാവരും കൊള്ളായിരുന്നോ? ഭയങ്കര സൗണ്ട് ആയിരുന്നോ? ഓ ചെവി പൊട്ടി പോയി മോഹൻലാലിനെ എൻ്റെ പണ്ട് ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടം തന്നെ. ഇവരൊക്കെ എങ്ങനെയുണ്ട്? മഞ്ജു വാര്യരൊക്കെ സൂപ്പറായിരുന്നു. പൃഥ്വിരാജിന്റെ ഒരു സംവിധാനമൊക്കെ എങ്ങനെയുണ്ട്? ഡയറക്ഷനൊക്കെ ആ പടം കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട്? മഞ്ജു വാര്യർ മോഹൻലാലൊക്കെ എങ്ങനെയുണ്ട്? ടോവിനോ? ആ മഞ്ജുവിനോട് ലൂസിഫർ ആണെന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ ഒക്കെ റോൾ സ്ട്രോങ് ആയിരുന്നു. കണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് എമ്പുരാൻ? കൊള്ളായിരുന്നു, അടിപൊളി. എന്താ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? കൊള്ളാം, അടിപൊളിയല്ല. ഞെട്ടിച്ചത് മോഹൻലാലായിരുന്നു, മഞ്ജു വാര്യരായിരുന്നു, ടോവിനോ ആയിരുന്നു, ആരായിരുന്നു? മോഹൻലാൽ, മഞ്ജു വാര്യർ അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു, ഉഗ്രനായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഡിഗ്രേഡിങ് നെഗറ്റീവ് ഒക്കെ കേട്ടായിരുന്നത് ന്യൂസിലൊക്കെ വഴിയായിട്ട്. എന്തോന്നി കണ്ടപ്പോൾ എന്തോന്നി? കണ്ടപ്പോൾ കൊള്ളാം. വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടു, മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. അടിപൊളി. പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും? സ്റ്റണ്ടൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഒരു ഹോളിവുഡ് ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമോട്ടോഗ്രാഫി, ബീജിയൊക്കെ എങ്ങനെ? നൈസായിരുന്നു.